സ്വർഗം അത് വെറുതെ കിട്ടൂല ചെറുപ്പക്കാരാ. സ്വർഗം കിട്ടണമെങ്കിൽ നീ കുറെ അധ്വാനിക്കണം. ഒരു അധ്വാനവുമില്ലാതെ സ്വർഗത്തിലെത്തും എന്ന് നീ തെറ്റിദ്ധരിക്കണ്ട. നീ കുറെ അധ്വാനിച്ചാലേ നിനക്ക് സ്വർഗത്തിലെത്താൻ കഴിയുകയുള്ളൂ. ഇതുപോലെ നിന്റെ ഉത്തരവാദിത്വം നീ നിർവഹിച്ചാലേ നിനക്ക് സ്വർഗത്തിലെത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചോദിച്ചില്ലേ, ഓ ജനങ്ങളെ, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ ആരും കരുതണ്ട. നീ കേവലം തലയിൽ ഒരു തൊപ്പി വെച്ചതുകൊണ്ട് സ്വർഗത്തിലെത്തുമെന്ന് നീ കരുതണ്ട. നീ കേവലം ഒരു തലയെകെട്ട് കെട്ടിയിട്ട് വലിയവനായി നടന്നതുകൊണ്ട് നീ സ്വർഗത്തിലെത്തുമെന്ന് കരുതണ്ട. നീ നിന്റെ മുഖത്ത് താടിരോമങ്ങൾ വെച്ചതുകൊണ്ട് നീ സ്വർഗത്തിലെത്തുമെന്ന് നീ കരുതണ്ട. ഖുർആനിൽ അല്ലാഹു തആല ചോദിക്കുകയാണ്, നിങ്ങൾ കരുതുന്നുണ്ടോ അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലെത്തുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ, നിങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയവരെ നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്? അവർ സ്വർഗത്തിലെത്തിയത് അധ്വാനിക്കാഞ്ഞിട്ടല്ല. അവരാരും ഓട്ടോമാറ്റിക്കായി സ്വർഗത്തിലെത്തിയവരല്ല. ഓ ഉമ്മമാരെ, പഴയ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായ ഉമ്മമാര് അവർ സ്വർഗത്തിലെത്താനുണ്ടായ കാരണം, അതുപോലെ തന്നെ പഴയ കാലത്തുള്ള മഹദിമാര് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ, നഫീസ ബീവി റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാ, അതുപോലെ തന്നെ ആസിയ ബീവി റളിയല്ലാഹു അൻഹാ, റബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ, ആ മഹദിമാരാരും സ്വർഗത്തിലെത്തിയത് ഓട്ടോമാറ്റിക് ആയിട്ടല്ല, അധ്വാനമില്ലാഞ്ഞിട്ടല്ല. മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ, ഒരുപാട് പീഡനങ്ങൾ അവരെ തൊട്ടിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അവർ സഹിച്ചിട്ടുണ്ട്. ഓ മുസ്ലിം ചെറുപ്പക്കാരാ, അതാ പള്ളിക്ക് പെയിന്റടിക്കാൻ ഉഷാറാണ്, പള്ളിയുടെ പരിപാടി നടക്കുമ്പോ സജീവമാകാൻ ഉഷാറാണ്. എന്നാൽ ആ ആത്മാർത്ഥത സത്യമാണെങ്കിൽ, ആ പള്ളിക്ക് പെയിന്റടിച്ചത് അല്ലാഹ് കബൂൽ ചെയ്യണമെങ്കിൽ, നാട്ടിൽ നടക്കുന്ന പരിപാടിയിൽ സജീവ സാന്നിധ്യം ഉണ്ടാകുന്നത് കൊണ്ട് അല്ലാഹു അതിന് പ്രതിഫലം നൽകണമെങ്കിൽ, എല്ലാ ദിവസവും 5 നേരം നമ്മുടെ പള്ളിയില് ജമാഅത്തായി നിസ്കാരം നടക്കാറില്ലേ? ആ ജമാഅത്ത് നിസ്കാരം പ്രായമുള്ളവർക്ക് മാത്രമാണോ? അല്ല, നാട്ടുകാരെല്ലാവരും പരസ്പരം കാണാനുള്ളതാണ്. ഇന്ന് ഒരുത്തനെ കണ്ടാ മറ്റൊരുത്തന് പറ്റൂല. നിസ്കാരത്തിൽ ഭയങ്കര ഉഷാറാണ് ഇവൻ, കുടുംബക്കാരോട് ശരിയില്ല, ജേട്ടാനന്മാരെ ശരിയില്ല, അവന്റെ മനസ്സ് ശരിയില്ല, ഇവൻ അയൽവാസികളോട് പിണക്കത്തിലാണ്, ഇവൻ ഭാര്യ വീട്ടുകാരോട് പിണക്കത്തിലാണ്, ഇവൻ അമ്മായിമാനോടും എളാമനോടും മൂത്താമനോടൊക്കെ പിണക്കത്തിലാണ്. എടാ, നീ കുറെ നിസ്കരിച്ചത് കൊണ്ട് മാത്രമായോ? ഇല്ല, കുടുംബ ബന്ധം ശ്രദ്ധിക്കണം, അയൽപക്ക ബന്ധം ശ്രദ്ധിക്കണം, നാട്ടുകാരുമായി തമ്മിലുള്ള ബന്ധം ശ്രദ്ധിക്കണം. ഒരു മുസ്ലിമായ മനുഷ്യൻ വേറെ ഒരു മുസ്ലിമിനോട് 3 ദിവസത്തിന്റെ മുകളിലായി സംസാരിക്കാതിരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു സന്ദർഭമുണ്ടായാൽ തന്നെ ആ സംസാരിക്കാത്ത 2 ആളുകളിൽ ഏറ്റവും ഖൈറായവൻ ആരാണ്? സലാം ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് സംസാരം തുടങ്ങിയവൻ ആരാണോ അവനാണ് ഏറ്റവും ഖൈറായവൻ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ പള്ളിയുമായി വലിയ ബന്ധം സ്ഥാപിക്കണം. ആ പള്ളിയുമായി ബന്ധം സ്ഥാപിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് വർഷത്തിലൊരിക്കലല്ല, പിന്നെ എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു നേരത്തെ ജമാഅത്തിനെങ്കിലും എന്റെ നാട്ടിലെ പള്ളിയിൽ എന്നെ കാണണം. ഇനി എല്ലാവരും നാട്ടിലുള്ള സമയമാണ് സുബഹി ജമാഅത്ത്. ളുഹുറിന് എല്ലാവരും നാട്ടിലുണ്ടായിക്കൊള്ളുന്നില്ല. കാരണം അവരൊക്കെ പല സ്ഥലത്ത് ജോലിക്ക് പോകുന്നവർ ജോലിക്ക് പോകും, കച്ചവടത്തിന് പോകുന്നവർ കച്ചവടത്തിന് പോകും. അപ്പൊ പ്രവാസികളല്ലാത്തവരാണെങ്കിൽ, ഗൾഫിലുള്ളവരല്ലാത്തവരാണെങ്കിൽ, നാട്ടിലുള്ളവരാണെങ്കിൽ എല്ലാവരും കൂടി നാട്ടിലുണ്ടാകുന്ന സമയമാണ്. എപ്പോ പോയാലും എവിടെ പോയാലും രാത്രി വീട്ടിൽ കിടന്നുറങ്ങാൻ വേണ്ടി വരും. എവിടെ ഉറങ്ങിയാലും സമാധാനം കിട്ടൂല. ഞാനൊക്കെ വാതിന് പോയ സമയത്ത് ഓരോ സ്ഥലത്ത് ഓരോ നാട്ടിലാണ് ഉറങ്ങുക. ഇന്നലത്തെ ഉറക്ക് വേറെ. ഇന്നലെ ഞാൻ പിന്നെ ഉറക്കില്ല, വണ്ടിയിൽ തന്നെയാണ്. അവർക്ക് ചിലപ്പോൾ വണ്ടിയിലായിരിക്കും വർക്ക്, ചിലപ്പോൾ നിങ്ങളെ പോലത്തെ ഈമാനുള്ളവരെ വീട്ടിൽ അവർ സ്വീകരിക്കുന്നതുകൊണ്ട് അവിടെ പോയി കിടന്നുറങ്ങും, ചിലപ്പോൾ എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങും. എവിടെ ആയാലും സ്വന്തം വീട്ടിൽ വരുന്നവരെ സമാധാനം കിട്ടൂല. കിട്ടൂല. എന്റെ വീടിനേക്കാളും വലിയ വീടാണ് ഞാൻ താമസിക്കുന്ന വീടാണെങ്കിലും എന്റെ വീട്ടിൽ എന്റെ ഉമ്മല്ലല്ലോ, എന്റെ വീട്ടിൽ എന്റെ ഭാര്യയില്ലല്ലോ, എന്റെ വീട്ടിൽ എന്റെ കുട്ടികളില്ലല്ലോ. ഏത് വീട്? ഞാൻ ഈ താമസിക്കുന്ന വീട്. ആ വീട്ടിൽ എന്റെ ഉമ്മല്ല, എന്റെ ഭാര്യയില്ല, എന്റെ കുട്ടികളില്ല. അവരും കൂടി ഉള്ള വീടാകുമ്പോഴല്ലേ എനിക്ക് സമാധാനം. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തർക്കും സമാധാനം കിട്ടണമെങ്കിൽ നമ്മളെ വീട്ടിലെത്തുമ്പോഴാണ് നമുക്ക് സമാധാനം കിട്ടുക അല്ലേ? പലരും കുറെ യാത്ര കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിലെത്തിയാൽ പറയും, ഇപ്പൊ നക്കൊരു സമാധാന കിട്ടിത്തല എന്ന് പറയും എന്റെ ഭാഷ. ഇപ്പൊ നക്കൊരു സമാധാന കിട്ടിത്ത്. എന്താ ഇതുവരെ ടെൻഷൻ ഉണ്ടായിട്ടൊന്നുമല്ല. ബിരിയാണിയും കിട്ടി, നെയ്ച്ചോറും കിട്ടി, കപ്സും കിട്ടി, മജ്ബൂസും കിട്ടി, അൽഫാമും കിട്ടി, ഷവായും കിട്ടി, തന്തൂർ റൊട്ടിയും കിട്ടി, എല്ലാം മണ്ണൻകാട്ടയും കിട്ടി. പിന്നെ സ്വന്തം വീട്ടിലെത്തുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം അതെവിടെയും കിട്ടില്ല. അത് വീട്ടിൽ തന്നെ വേണം. പിന്നുണ്ട് ചില മനുഷ്യന്മാര് പള്ളിയിൽ വന്നിട്ട് കുറെ നേരെ ഇരിക്കും. ഞങ്ങൾ കരുതുന്നത് ഒരു ഈത്തിക്കാഫിനെ ബഹുമാനിച്ചിട്ട് ഇതാണ്. അങ്ങനെയുണ്ട്. അല്ല, ഇത് കെട്ടിയോളെ ശല്യം വീട്ടിൽ സഹിക്കാൻ കഴിയാഞ്ഞിട്ട് വന്നിട്ട് പള്ളിയിൽ ഈത്തിക്കാഫിരിക്കുക. കല്യാണം കഴിക്കുന്നവരെ ഈ ചങ്ങായിനെ പള്ളിയിൽ ഈത്തിക്കാഫിരിക്കാൻ കിട്ടിയിട്ടില്ല. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 6 മാസം ആയപ്പോഴേക്ക് ഇവൻ പള്ളിയിൽ വന്നിട്ട് ഈത്തിക്കാഫിരിക്കുകയാണ്. പള്ളിയിലാണ് ഉറങ്ങുക. ഉസ്താദിന്റെ റൂമിൽ വന്നിട്ട് ഇവൻ സംസാരിക്കണം. എന്താ കാരണം കെട്ടിയവളെ ശല്യം സഹിക്കാൻ കാണില്ല. വീട്ടിൽ പോയാൽ സമാധാനം കിട്ടൂല. അതുകൊണ്ടാണ് പള്ളിയിൽ വരുന്നത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ആ പള്ളിയിൽ ജമാഅത്തിൽ സംബന്ധിക്കണം. ജമാഅത്ത് അത് ചെറിയ വിഷയമല്ല. ഇവിടത്തെ കാര്യം എനിക്കറിയില്ലട്ടോ. ഇവിടൊക്കെ നല്ല ചെറുപ്പക്കാരാണെന്നാണ് ഞാൻ കേട്ടറിഞ്ഞത്. അല്ലാഹു ആ തനിമ നിലനിർത്തി തരട്ടെ. ഓ ചെറുപ്പക്കാരാ, നിന്റെ കയ്യിൽ കാറില്ലേ? നിനക്കൊരു വാഹനമില്ലേ? നീ എവിടെയെങ്കിലും കളിക്കാൻ പോകുമ്പോ ആ ബൈക്കിൽ ഇരുന്നിട്ട് നീ പോകാറില്ലേ? കാറിൽ പോകാറില്ലേ? ജീപ്പിൽ പോകാറില്ലേ? എന്തേ ആ ബൈക്കിൽ ഇരുന്നിട്ടൊന്ന് സുബ്ഹി ജമാഅത്തിന് വരാൻ മനസ്സ് വരാത്തതെന്തേ? ആ കാറിൽ വന്ന് യാത്ര ചെയ്ത് സുബ്ഹി ജമാഅത്തിന് പള്ളിയിൽ വരാൻ മനസ്സ് വരാത്തതെന്തേ? അത് ഈമാൻ കുറഞ്ഞുപോയി. റബീഉൽ അവ്വൽ 12 ജാഥക്ക് പങ്കെടുക്കായ്മ ഭയങ്കര ജോറാണ്, ഉഷാറാണ്. എന്നാൽ ജാഥയിൽ കാണുന്ന എല്ലാ മനുഷ്യന്മാരെയും പള്ളിയിൽ കണ്ടാൽ നമ്മുടെ പള്ളി മതിയാകുമോ? ചോദിക്കട്ടെ, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചിട്ടാണ് റബീഉൽ അവ്വൽ 12 റാലിയിൽ സംബന്ധിക്കുന്നതെങ്കിൽ റാലിയിൽ കണ്ട നിന്നെ എന്തിനാടാ സുബ്ഹി ജമാഅത്തിന് പള്ളിയിൽ കാണുന്നില്ല? അപ്പൊ നീ പറയുന്ന സ്നേഹം, നീ പറയുന്ന മഹബത്ത്, നീ പറയുന്ന പ്രണയം അത് അക്ഷരാർത്ഥത്തിലുള്ള മഹബത്തല്ല. അതുകൊണ്ട് സർവ സംസാരം കേൾക്കുന്ന സർവ മുസ്ലിം ചെറുപ്പക്കാരായ എന്റെ ജ്യേഷ്ഠാനുജന്മാരോട് ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ നല്ല ആത്മീയ വെളിച്ചമുള്ള ചെറുപ്പക്കാരാകണം. നിങ്ങളെ മുഖത്ത് കാണുമ്പോ കേവലം താടിയുണ്ടായത് കൊണ്ട് മാത്രമായില്ല. ഇപ്പൊ ചില ചെറുപ്പക്കാർ അവരെ മുഖത്ത് നല്ല താടി കാണും, പഴയ കാലം പോലെയല്ല. പക്ഷെ ഇത് എന്തിന്റെ താടിയാണെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിന്റെ താടിയല്ല.
ഇത് ഏതോ ഒരു സിനിമാ നടനെ കണ്ടതാണ്. ആ സിനിമാ നടന്റെ മുഖത്ത് താടിയുണ്ട്. അപ്പൊ ഇവന്റെ മുഖത്ത് താടി വന്നു. ചോദിക്കട്ടെ മുസ്ലിം ചെറുപ്പക്കാരെ, ലോകത്ത് താടി മുഖത്ത് വേണമെന്ന വലിയ ആശയം കൈമാറി തന്ന നേതാവല്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇക്കണ്ട കാലം വരെ നിന്റെ മുഖത്ത് താടി രോമങ്ങളില്ല. ഇപ്പൊ ഒരു സിനിമാ നടനെ കണ്ടപ്പോഴേക്ക് നിന്റെ മുഖത്ത് താടി രോമം വന്നുവെങ്കിൽ ഈമാൻ എത്ര ദുർബലമായി പോയി അല്ലേ ചെറുപ്പക്കാരാ. ഇതുപോലെ തന്നെ നിന്റെ തലയിലുള്ള ഹെയർ കട്ടിങ് പരിഷ്കാരത്തിന്റെ ഹെയർ കട്ടിങ് ആകാൻ പാടില്ല. അപ്പൊ പള്ളിയുമായി ബന്ധം വേണം. അതാ സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. നാളെ അല്ലാഹുവിന്റെ കോടതിയില് അതാ ഇന്ന് ഈ പാവപ്പെട്ട ഞാൻ പകൽ സമയത്ത് അതാ ഞാൻ എന്റെ വീട്ടിന്റെ പുറത്ത് വന്ന് നിന്നാൽ പകലിൽ കത്തിജ്വലിക്കുന്ന സൂര്യനില്ലേ, ആ സൂര്യൻ എത്ര കോടിക്കണക്കിന് കിലോമീറ്റർ അപ്പുറമാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാലും നമുക്കതാ ഫാനില്ലാതെ ഇരിക്കാൻ കഴിയില്ല, AC ഇല്ലാതെ ഇരിക്കാൻ കഴിയില്ല, AC ഇല്ലാതെ വാഹനത്തിൽ യാത്ര ചെയ്യാൻ കഴിയില്ല. എന്തേ കാരണം? ചൂട് സഹിക്കുന്നില്ല, ചൂട് സഹിക്കാൻ കഴിയുന്നില്ല. ഓ മുസ്ലിം ചെറുപ്പക്കാരാ, ഇന്ന് കോടിക്കണക്കിന് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ആ സൂര്യന്റെ ചൂട് സഹിക്കാൻ എന്നെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ അതാ നമ്മുടെ തലയുടെ മുകളിൽ ഒരു ചാണ് മുകളിലായി സ്ഥിതി ചെയ്യുന്ന സൂര്യനില്ലേ, 1 കിലോമീറ്റർ അല്ല, കോടിക്കണക്കിന് കിലോമീറ്റർ അല്ല, നമ്മുടെ തലയിൽ നിന്ന് ഒരു ചാണ് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ആ സൂര്യന്റെ ചൂട് സഹിക്കാൻ കഴിയുമോ? കഴിയില്ല, കഴിയില്ല, കഴിയില്ല. അതുകൊണ്ടല്ലേ ആ ചൂട് സഹിക്കാൻ കഴിയാതെ പലരും വിയർപ്പിലങ്ങ് മുങ്ങിക്കുളിക്കുകയാണ്. ചില ആളുകൾ മുട്ടുകാല് വരെ വിയർപ്പിലങ്ങ് മുങ്ങിക്കുളിച്ചുപോയി. വേറെ ചില ആളുകൾ പൊക്കിള് വരെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുപോയി. വേറെ ചില ആളുകൾ തൊണ്ടക്കുടി വരെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുപോയി. അവിടെ ഒരു കൊടപിടി ഒരാളില്ല. ഇന്ന് ബാപ്പ നടക്കുമ്പോ മകൻ കൊട പിടിക്കൂ, ഭർത്താവ് നടക്കുമ്പോ ഭാര്യ കൊട പിടിക്കൂ. അതേ സമയം അവിടെ കൊട പിടിക്കാൻ ഒരാളില്ല. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫാ. എല്ലാ ആത്മാക്കളും അവിടെ വന്നുപോയി, മലക്കുകൾ അണിനിരന്നുപോയി. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് സഫിൽ നിന്നുപോയി, അസ്റായീൽ അലൈഹിസ്സലാം വന്ന് നിന്നുപോയി, ഇസ്രാഫീൽ അലൈഹിസ്സലാം നിന്നുപോയി, മീകായിൽ അലൈഹിസ്സലാം വന്ന് നിന്നുപോയി. അങ്ങനെ എല്ലാ മലക്കുകളും എല്ലാ മനുഷ്യരും പടച്ച റബ്ബിന്റെ കോടതിയിൽ അണികളായി അങ്ങ് നിൽക്കുമ്പോ ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ. ബാപ്പ മിണ്ടുന്നില്ല, ഉമ്മ മിണ്ടുന്നില്ല, ഭർത്താവ് സംസാരിക്കുന്നില്ല, ഭാര്യ സംസാരിക്കുന്നില്ല, മക്കള് മിണ്ടുന്നില്ല, ഉസ്താദ് മിണ്ടുന്നില്ല, ശിഷ്യന്മാര് സംസാരിക്കുന്നില്ല. ആ ഒരു ദിവസം വരാനുണ്ട്. അതിനി കുറെ കാലമൊന്നും ബാക്കിയില്ല. ഇപ്പൊ മഴയെ കണ്ടില്ലേ? പഴയ കാലത്ത് മഴ പെയ്യുന്നതിനൊരു കണക്കുണ്ടാടിരുന്നു, മഴ പെയ്യുന്നതിനൊരു പ്രത്യേകമായ കാലമുണ്ടാടിരുന്നു. ഇപ്പൊ ഏത് സമയത്ത് മഴ പെയ്യുമെന്ന് പറയാൻ പറ്റൂല. കാരണം എന്തേ?
പ്രകൃതികൾ വരെ എണ്ണിക്കാൻ തുടങ്ങി, ചുഴലിക്കാറ്റ് വരാൻ തുടങ്ങി, ഇതുപോലെ തന്നെ കടൽ എണിക്കാൻ തുടങ്ങി. പ്രകൃതി ദുരന്തങ്ങൾ വന്നു, ഉരുൾപൊട്ടലുകൾ സംഭവിച്ചു, പർവ്വതങ്ങൾ ഇതാ ചതറിക്കിടക്കുന്നു. കോടിക്കണക്കിന് ചെലവഴിച്ച നമ്മുടെ റോഡുകളുണ്ടല്ലോ, അതെല്ലാം താളം തെറ്റിയിരിക്കുന്നു. ഇനി അന്ത്യനാളിന് കുറെ ദൂരെയൊന്നുമില്ല മുസ്ലിം ചെറുപ്പക്കാരാ. അതുകൊണ്ട് പരിഷ്കാരം വലിച്ചെറിഞ്ഞോ, തോന്നിവാസം വലിച്ചെറിഞ്ഞോ, സർവ പരിഷ്കാരങ്ങളെ വലിച്ചെറിഞ്ഞ് തോന്നിവാസങ്ങളെ വലിച്ചെറിഞ്ഞ് ഒരു പുതിയ ട്രെൻഡ് നമ്മുടെ ജില്ലയിൽ വരുമ്പോ, നമ്മുടെ നാട്ടിൽ വരുമ്പോ, ആ ട്രെൻഡിന്റെ പിന്നാലെ പോകാതെ പടച്ച റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ആ റബ്ബിന്റെ കോടതിയിലൊന്ന് നിൽക്കുമ്പോ, വിയർപ്പ് കൊണ്ട് എല്ലാവരും അങ്ങ് മുങ്ങിക്കുളിക്കുമ്പോ, ചില ആളുകൾക്ക് അല്ലാഹുവിന്റെ പ്രത്യേകമായ അർശിന്റെ തണലുണ്ടല്ലോ. ആ അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗങ്ങളിൽ ഒരു പ്രത്യേകമായ വിഭാഗം ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. അവനൊരു നല്ല ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനോ പടച്ച റബ്ബിന്റെ ഇബാദത്തിലായി വളർന്നവനാണ്. അവൻ ഏത് സമയത്തും ഇബാദത്തിനെ കുറിച്ച് ചിന്തിക്കുന്നവനാണ്. അവൻ രാഷ്ട്രീയത്തിന്റെ കൊടി പിടിച്ചിട്ട് സാദാത്തുക്കളെ നിസ്സാരപ്പെടുത്താൻ അവനെ കിട്ടൂല. ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയാൻ അവനെ കിട്ടൂല. പണ്ഡിതന്മാരെ താറടിക്കാൻ അവനെ കിട്ടൂല. അവൻ ഏത് സമയത്തോ പടച്ച റബ്ബിന്റെ ഇബാദത്തിനായിട്ടുള്ള ജീവിതമാണ്. ഇതുപോലെ മറ്റൊരു വിഭാഗം ചെറുപ്പക്കാരാരാണ്? വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്. ഏത് സമയത്തും അവന്റെ മനസ്സ് പള്ളിയുമായി ബന്ധം സ്ഥാപിച്ചവനാണ്, പള്ളിയുമായി ബന്ധമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഏത് സമയവും പള്ളിയുമായി ബന്ധമുള്ള മുസ്ലിം ചെറുപ്പക്കാർ. നമുക്ക് എല്ലാത്തിനേക്കാളും വലിയ ആവേശം നമ്മുടെ പള്ളിയുമായി ബന്ധം സ്ഥാപിക്കണം. എന്നാൽ അർശിന്റെ തണൽ ലഭിക്കും. അല്ലാഹു അക്കൂട്ടത്തെ ഞങ്ങളെ പഠിച്ചു തെരുമാറാവട്ടെ. കൃത്യമായും ജമാഅത്തിൽ പങ്കെടുക്കുന്നവന് നിസ്കാരത്തിൽ മരിക്കാൻ അല്ലാഹു ഭാഗ്യം തരും, സുജൂദിൽ മരിക്കാൻ അല്ലാഹു ഭാഗ്യം തരും. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് സുജൂദിൽ മരിക്കാൻ നീ ഭാഗ്യം തരണേ റഹ്മാനേ. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹു തആല നിങ്ങൾക്ക് മരണം നിശ്ചയിക്കുന്നത്. ഒരാളിപ്പി അടുത്ത് മരണപ്പെട്ടു ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. വേറൊരാൾ മരണപ്പെട്ടു ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. വേറൊരാൾ മരണപ്പെട്ടു ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. വേറൊരാൾ മരണപ്പെട്ടു കല്യാണ വീട്ടിൽ തോന്നിവാസം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ്. എന്താ കാരണം? അവരെ ജീവിതകാലത്ത് അവർ കൂടുതലും അതാണ് ചെയ്തത്. അപ്പൊ അല്ലാഹു തആല അവരുടെ മരണം അവിടെ നിശ്ചയിച്ചു. എപ്പോഴും പള്ളിയുമായി ബന്ധം, നിസ്കാരവുമായി ബന്ധം, പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കുന്നയാളാണ് എന്നൊക്കെ ആവുമ്പോ അല്ലാഹു തആല പള്ളിയിൽ വെച്ച് മരിക്കാൻ ഭാഗ്യം കൊടുക്കും, സുജൂദിൽ വെച്ച് മരിക്കാൻ ഭാഗ്യം കൊടുക്കും. അല്ലാഹു തആല നമുക്ക് നല്ല സ്ഥലത്ത് വെച്ച് മരിക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ പള്ളിയുമായി നല്ല ബന്ധം. മുസ്ലിം ചെറുപ്പക്കാർ ഉത്തരവാദിത്വ ബോധമുള്ളവരാകണം. ഏതാണ് ഉത്തരവാദിത്വ ബോധം? സാമൂഹിക പ്രവർത്തനങ്ങൾ ഉത്തരവാദിത്വ ബോധമാണ്. പാവങ്ങളെ സഹായിക്കണം. പാവപ്പെട്ട പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ കെട്ടിച്ചു കൊടുക്കാൻ നല്ല മനസ്സ് കാണിച്ച് അതിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. നമ്മുടെ മഹല്ലിൽ ഒരുപാട് പാവങ്ങളായ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന വീടുകളുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ നല്ല ഭക്ഷണം കഴിക്കും, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളൊക്കെ നല്ല ഭക്ഷണം കഴിക്കും. എന്നാൽ ആ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ഇല്ല എന്ന് കണ്ടാൽ വേണ്ട റിലീഫ് പ്രവർത്തനം നടത്തണം. രോഗികളുണ്ടാകും, കിഡ്നി ഫെയിലൂർ ആയവരുണ്ടാകും, അവരെ കയ്യിൽ പൈസയില്ല ഡയാലിസിസ് ചെയ്യാൻ. എന്നാൽ അതിന്റെ വഴികൾ ചെയ്യണം, ബന്ധപ്പെടുത്തി കൊടുക്കണം നല്ല നല്ല മനസ്സുകളെ. ഇതുപോലെ തന്നെ ഭർത്താവ് മരണപ്പെട്ടു, ഭാര്യയും മക്കളും മാത്രമാണ്. ആ ഭാര്യക്ക് പ്രായമുണ്ട്, വിവാഹ പ്രായമെത്തിയ പെൺകുട്ടികളുണ്ട്.
അവിടെ അവരെ കാര്യം ആരാ ചിന്തിക്കേണ്ടത്? അത് ഒരു നാട്ടിലെ നല്ലവരായ ചെറുപ്പക്കാർ ആ ഉത്തരവാദിത്വം മനസ്സിലാക്കണം. എന്നാൽ ഇന്ന് രോഗിയെ കാണാൻ ആർക്കാ നേരം? ആർക്ക് നേരമുണ്ട്? രോഗിയെ കാണാൻ പോകാൻ ആർക്കാ നേരമുള്ളത്? നേരല്ല. നിങ്ങനെ ക്രിക്കറ്റും കളിച്ച് ഫുട്ബോളും കളിച്ച് തോന്നിവാസങ്ങളും ചെയ്ത് വളരെ വൃത്തികെട്ട പ്രവർത്തനങ്ങൾ ചെയ്തു കല്യാണ വീട്ടിലൊക്കെ എന്തൊക്കെ തോന്നിവാസങ്ങളാണ് നടത്തുന്നത്. അസമയം കൂടി നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള മനസ്സ് കാണിച്ചാൽ എത്ര നന്മയുണ്ടാകും നമ്മുടെ നാട്ടിലെ. ഈ അടുത്ത് കൊയിലാണ്ടിയിൽ പുതിയാപ്പിളക്കും പുതിയ പെണ്ണിനും ജ്യൂസ് കുടിക്കാൻ കൊടുത്തു. സുബ്ഹാനല്ലാഹ്, എന്ത് ജ്യൂസാണ് കുടിക്കാൻ കൊടുത്തത്? ഇവിടെ എന്തെല്ലാം ജ്യൂസ് ഉണ്ട്. നാരങ്ങ ജ്യൂസ്, മുന്തിരി ജ്യൂസ്, ആപ്പിൾ ജ്യൂസ് ഉണ്ട്, നല്ല ശുദ്ധമായ ഇളനീറുണ്ട്, എന്തെല്ലാം ജ്യൂസ് ഉണ്ട്. ഞാനിപ്പോ കൊല്ലം ജില്ലയിൽ വാതിന് പോയി മടങ്ങി വരുമ്പോ ഒരു ജ്യൂസ് കുടിക്കണോന്ന് ചോദിച്ചു സംഘാടകർ. അപ്പൊ വാത് പറഞ്ഞിട്ട് തൊണ്ടൊക്കെ ഉണങ്ങിയതല്ലേ, ഒന്ന് കുടിച്ചാൽ നനയല്ലോ. അപ്പൊ ജ്യൂസ് കടയുടെ മുന്നിൽ നിർത്തി ട്രെയിൻ കയറാൻ വേണ്ടി പോവാണ്. കരുണാകപ്പള്ളിയിൽ നിന്ന് ട്രെയിൻ കയറാൻ വേണ്ടി പോവാണ് കൊല്ലം തെക്കൻ കേരളത്തിൽ. അപ്പോ എന്ത് ജ്യൂസാണ് വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്ത് ജ്യൂസാ ഉള്ളത്? അപ്പൊ ചാർട്ട് പുറത്തിങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നോക്കുമ്പോ ഒന്നാമത്തെ ജ്യൂസിന്റെ പേര് മരുഭൂമിയിലെ ആന. ജ്യൂസിന്റെ പേരാ മരുഭൂമിയിലെ ആന. രണ്ടാമത്തെ ജ്യൂസിന്റെ പേര് ഷേഖ് സൽമാൻ, രാജാവിന്റെ പേര്. മൂന്നാമത്തെ ജ്യൂസിന്റെ പേര് ബുർജ് ഖലീഫ. ബുർജ് ഖലീഫ ദുബൈയിലല്ലത്. ഞാനിപ്പോ ഇങ്ങനെ ആലോചിച്ച് പോയി, സുബ്ഹാന ജല്ല ജലാലു, ഈ ബുർജ് ഖലീഫനെല്ലാം ജ്യൂസ് ആക്കി കുടിച്ചാല് വാതുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നേരെ കൊണ്ടുപോയിട്ട് കവറിൽ കിടത്തേണ്ടി വരും. അല്ലാഹു തആല നമുക്ക് നല്ല ബോധം തരട്ടെ. അപ്പൊ ഞാൻ ഈ കൂൾബാറുകാരനോട് ചോദിച്ചു, ഈ മരുഭൂമിയിലെ ആന, വാട്ട് ഈസ് മീൻ ബൈ മരുഭൂമിയിലെ ആന? മരുഭൂമിയിലെ ആന എന്ന് പറഞ്ഞാൽ പേര് കേൾക്കുമ്പോഴുണ്ടല്ലോ ഒരു രസം. അപ്പൊ ഇവൻ പറയാണ് ഈത്തപ്പഴം ജ്യൂസാണ് ഉസ്താദ്. മര്യാദക്ക് ഈത്തപ്പഴം ജ്യൂസ് നടച്ചാൽ പോരെ, മരുഭൂമിയിൽ ആനാന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അത്രയും സമയം ലാഭിക്കൂലേ? ഈത്തപ്പഴം ജ്യൂസ് എന്ന് പറഞ്ഞ പെട്ടെന്ന് അല്ല, അത് ജനങ്ങൾ അതിലേക്ക് ആകർഷിപ്പിക്കലാണ്, കച്ചവടത്തിലേക്ക്. ആയിക്കോട്ടെ, സാരമില്ല, ഞാനിപ്പോ അതിനൊന്നും തടസ്സം നിൽക്കണില്ല. എന്നാ ഈ പുതിയാപ്പിളക്കും പുതിയ പെണ്ണിനും കൊയിലാണ്ടിയിൽ ആദ്യത്തെ രാത്രിയിൽ കുടിക്കാൻ കൊടുത്ത ജ്യൂസാണ് എന്തറിയോ? കാന്താരി മുളകിന്റെ ജ്യൂസ്. എന്തെല്ലാം കുടിക്കാണ്ട്. പിന്നെ നോക്കുമ്പോഴാണ് അത് ഞങ്ങളെ സമുദായത്തിൽ പെട്ടതല്ല എന്ന് മനസ്സിലായപ്പോ ചെറിയൊരു സമാധാനം കിട്ടി. എന്നാലും മനുഷ്യരല്ലേ, മനുഷ്യന്മാരൊക്കെ ചെയ്യേണ്ട കാര്യമാണത്. നമ്മൾ ഒരിക്കലും കല്യാണത്തിന്റെ പേരിൽ തോന്നിവാസത്തിന്റെ പിന്നാലെ പോകരുത്. ഞാൻ തന്നെ അതിനെതിരെ ശക്തമായി പലയിടത്തും സംസാരിച്ചിട്ടുണ്ട്. അത് ചെറുപ്പക്കാരോടുള്ള വെറുപ്പ് കൊണ്ടോ ദേഷ്യം കൊണ്ടോ വിദ്വേഷം കൊണ്ടോ ഒന്നുമല്ല, സ്നേഹം കൊണ്ടാണ്. നമ്മളൊക്കെ ഒന്നിച്ച് കൂടെ നിന്ന് പ്രവർത്തിക്കേണ്ടവരാണ്. താളം തെറ്റുമ്പോൾ ഈ സമുദായത്തെയാണ് പലരും തെറ്റിദ്ധരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. പുതിയാപ്പിളന്റെ പുതിയ പെണ്ണിന്റെ വണ്ടി ഇങ്ങനെ പോണ സമയത്ത് പരിസരത്തുള്ള എല്ലാ വാഹനങ്ങൾക്കും ഇങ്ങനെ വെള്ളം തെറിപ്പിക്കുന്ന ചില ചെറുപ്പക്കാരുണ്ട്. ഉത്തരവാദിത്വ ബോധമില്ലാത്ത ചെറുപ്പക്കാർ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളങ്ങനെ ആകരുത്. നമ്മുടെ മേൽ വലിയ ഉത്തരവാദിത്വം. സ്വർഗം വെറുതെ കിട്ടൂല. സ്വർഗം കിട്ടണമെങ്കിൽ ഇതൊക്കെ ഒന്ന് വിടണം. അല്ല, അവൻ ചെയ്യുന്നുണ്ടല്ലോ, അവൻ ചെയ്തോട്ടെ, അവൻ നരകത്തിലെത്തിക്കോട്ടെ. സ്വർഗത്തിലെത്തണ്ടേ? ഞാൻ ചെയ്യാൻ പാടില്ല. സ്വർഗത്തിലെത്താൻ അത്ര എളുപ്പത്തിലുള്ള കാര്യമൊന്നുമില്ല. അതാണ് ഖുർആൻ ചോദിച്ചത്. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസത്ഹുമുൽ ബഅസാഉ വല്ലറാ വസുൽസിലൂ. മുൻഗാമികൾ എത്ര ത്യാഗങ്ങളാ സ്വർഗത്തിലെത്താൻ വേണ്ടി സഹിച്ചത്. ചെറിയ ത്യാഗമൊന്നുമല്ല. വസുൽസിലൂ. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. വസുൽസിലൂ. പല ഇടങ്ങേറും അല്ലാഹു തആല അവർക്ക് കൊടുത്തു. പതറിയില്ല. വസുൽസിലൂ. അവരെ ഒന്ന് പിടിച്ചു കുലുക്കി അല്ലാഹു തആല. ശത്രുക്കളിൽ നിന്ന് എത്രയാ പ്രയാസം നേരിട്ടത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ അൻതി ഇല്ലാ ഇസ്ബഉൻ ദമീതി വഫീ സബീലില്ലാഹി മാ ലഖീതി. ഓ ചെറുപ്പക്കാരാ, യുദ്ധഭൂമിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവിരല് ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള കൈവിരലാണത്. അതിപാവപ്പെട്ട കളസയുടെ വിരലല്ല.
ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള വെള്ളമേതാണ്? നിങ്ങളെ പള്ളിക്കിണറ്റിലുള്ള വെള്ളമല്ല, കുഴൽ കിണറിലെ വെള്ളമല്ല, ഈ മീപ്പിരിയിലെ ഏതെങ്കിലും ഒരു വീട്ടിന്റെ കമ്പൗണ്ടിന്റെ അകത്തുള്ള കിണറ്റിലുള്ള വെള്ളമല്ല. ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള വെള്ളം വഅഫ്ളലുൽ മിയാഇ മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബഅ വയലി മാഹു സംസം ഫൽ കൗസരി ഫനീൽ മിസ്റാ ثم ബാഖിൽ അൻഹുരി. സംസം വെള്ളത്തെക്കാളും മഹത്വമുള്ളൊരു വെള്ളമുണ്ട്. ഹൗദുൽ കൗസർ വെള്ളത്തെക്കാളും മഹത്വമുള്ള വെള്ളമുണ്ട്. ഈജിപ്തിലുള്ള നൈൽ നദിയിലുള്ള വെള്ളത്തെക്കാളും മഹത്വമുള്ള വെള്ളമുണ്ട്. ആ വെള്ളം ഏതാണ്? ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ വിരലുകൾക്കിടയിലൂടെ ഉറവ പൊട്ടി വന്ന വെള്ളമില്ലേ, ആ വെള്ളത്തെ കവിച്ച് വെക്കുന്നൊരു വെള്ളം സംസം വെള്ളമല്ല, ഹൗദുൽ കൗസർ അല്ല, നൈൽ നദിയിലുള്ള വെള്ളമല്ല. ആ കൈ ലോക നേതാവിന്റെ വിരലാണ്. ഓ മുസ്ലിം ചെറുപ്പക്കാരാ, യുദ്ധഭൂമിയിലെ ശത്രുക്കൾ ആ കൈയിന് പരിക്കപ്പെടുത്തിയപ്പോ ആ കൈവിരലിലൂടെ രക്തമങ്ങ് പുറത്തു വന്നപ്പോൾ ആ കൈവിരലിലേക്ക് നോക്കിയിട്ട് ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, ഹൽ അന്തി ഇല്ലാ ഇസ്ബഉൻ ദമീതി വഫീ സബീലില്ലാഹി മാലഖീതി. സാരമില്ല, വിരളെ രക്തം വന്നുവല്ലേ, സാരമില്ല, പ്രയാസപ്പെടണ്ട, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയല്ലേ. ആ രൂപത്തിൽ ത്യാഗം സഹിച്ചിട്ടല്ലേ സ്വഹാബത്ത് സ്വർഗത്തിലെത്തുന്നത്? അങ്ങനെയല്ലേ? ആ രൂപത്തിലുള്ള പ്രയാസങ്ങളൊക്കെ വന്നിട്ട് അവരെ ഒന്ന് പിടിച്ചു കുലുക്കിയപ്പോഴും അവസാനം പ്രയാസം സഹിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ആ തങ്ങളെ കൂടെ വിശ്വസിച്ച സ്വഹാബത്ത് പോലും പടച്ച റബ്ബിനോട് ചോദിച്ചു പോയില്ലേ, മതാ നസ്റുല്ലാഹ്, പടച്ച റബ്ബേ നിന്നെയല്ലേ ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്റെ ദീനിനെ നിലനിർത്താനല്ലേ ഞങ്ങൾ ഈ അധ്വാനിക്കുന്നത്, ശത്രുക്കളിൽ നിന്ന് പ്രയാസങ്ങൾ നേരിടുന്നത് നിന്റെ ദീനിനെ നിലനിർത്താനല്ലേ, നീ സഹായിക്കുമെന്ന് പറഞ്ഞതല്ലേ അല്ലാ, സഹായം കിട്ടുന്നത് കാണുന്നില്ലല്ലോ. മതാ നസ്റുല്ലാഹ്, എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം? അപ്പോഴാണ് അല്ലാഹു തആല പറയുന്നത്, വിഷമിക്കണ്ട, സഹായം കിട്ടാതെ പോകൂല. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, പടച്ച റബ്ബിന്റെ സഹായം വൈകാതെ തന്നെ കിട്ടുകയാണ്. ആ റബ്ബിന്റെ സഹായം കിട്ടണോ ചെറുപ്പക്കാരാ? ഉത്തരവാദിത്വ ബോധത്തോടെ ജീവിക്കണം, തോന്നിവാസങ്ങളിൽ നിന്ന് മാറി നിൽക്കണോ. നീ ഒരു പരിഷ്കാരിയായി നടക്കാൻ പാടില്ല. നമ്മുടെ മുന്നിൽ ഒരുപാട് സൗന്ദര്യം അല്ലാഹു തആല കാണിച്ചു തരൂ. ഓ പെങ്ങളെ, നിന്റെ മുന്നിൽ സ്വർഗത്തിന്റെ ഒരു വഴിയുണ്ട്, നരകത്തിന്റെ ഒരു വഴിയുണ്ട്. ഖദീജ ബീവി പോയത് സ്വർഗത്തിന്റെ വഴിയിലാണ്, ആയിഷ ഉമ്മ പോയത് സ്വർഗത്തിന്റെ വഴിയിലാണ്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത് സ്വർഗത്തിന്റെ വഴിയിലാണ്. ആ വഴിയും വിട്ട് നിങ്ങൾ നരകത്തിന്റെ വഴി സ്വീകരിച്ചുകൂടാ. ചില സ്ത്രീകളുണ്ട് മുഖം മറക്കാൻ തീരെ മനസ്സില്ല, വാതിന് വരുമ്പോഴും മുഖം തുറന്നിട്ടാ വരിക. ഇതുപോലെ തന്നെ ബന്ദിയോടോ കാസർഗോഡോ ഉപ്പളയോ സ്വർണം വാങ്ങാൻ പോകുമ്പോഴും, ഡ്രസ് വാങ്ങാൻ പോകുമ്പോഴും, കല്യാണ വീട്ടിൽ പോകുമ്പോഴും, കല്യാണ മണ്ഡപത്തിൽ പോകുമ്പോഴും
ഒരു ലജ്ജയുമില്ലാതെ ഒരു ഹയാവുമില്ലാതെ മുഖം തുറന്നു വെച്ച് നടക്കുന്ന എത്ര ഉമ്മമാരാ ഉള്ളത്, എത്ര സഹോദരിമാരാ ഉള്ളത്. പിന്നെ അള്ളാഹുവിന്റെ സഹായം എവിടെ കിട്ടും? എപ്പോഴാണ് അള്ളാഹിന്റെ സഹായം? മുഖം തുറന്നു വെച്ചു പോകുന്ന സ്ത്രീകളുള്ള കാലത്തോളം അള്ളാഹുവിന്റെ സഹായം കിട്ടാൻ പ്രയാസമാണ്. തലമറക്കാത്ത സ്ത്രീകളുള്ള കാലത്തോളം അള്ളാഹുവിന്റെ സഹായം കിട്ടാൻ പ്രയാസം. ചില ഉമ്മമാരുണ്ട്, അവര് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ ഒക്കെ മുഖം ഫുള്ള് മറച്ചിട്ട് പോകും, തലൊക്കെ ഫുള്ളായിട്ട് മറച്ചിട്ട് പോകും, ഒറ്റൊരു മുടിയും പുറത്ത് കാണൂല. അള്ളാഹു തആല ഉമ്മമാർക്കൊക്കെ നല്ല ബർക്കത്തേട്ടെ. എന്നാൽ വീട്ടിൽ നോക്കുമ്പോ ഐമോ 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 ഒരു ബിർക്കുൽ പാത്തു. ബിർക്കുൽ പാത്തു എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ നാട്ടിൽ പറയും ബിർക്കുൽ പാത്തു. ബിർക്കുൽ പാത്തു എന്ന് പറഞ്ഞാൽ എന്താ? വീട്ടിന്റെ ഉള്ളില് തലമറക്കൂല, അങ്ങനെ ചെറിയ ചുട്ടും കെട്ടിയിട്ട് ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് ഷാല എവിടെങ്കിലും വലിച്ചെറിഞ്ഞിട്ട് 30 പേരുണ്ടാവും. ഐമോ ഐമോ ഉണ്ടാവും. ഇങ്ങനെ എവിടുന്ന്? അടുക്കളന്ന് ഇപ്പുറത്തുനിന്ന് അടുക്കള ടോയ്ലറ്റ് പോകുമ്പോഴും തലമറക്കൂല, ഷാല എവിടെ വെച്ചിരിക്കും. അങ്ങനെ ആകരുത്. സ്ത്രീയുടെ മുടി കാണുന്നിടത്ത് റഹ്മത്തിന്റെ മലക്ക് വരാൻ പ്രയാസമാണ്. നമ്മളെ വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് വരണമെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകൾ തലമുടി മറക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വന്നു. വഹി റബീഉൽ അവ്വൽ 12-നാണ് വഹിന്റെ തുടക്കം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹി എന്ന് പറഞ്ഞാൽ എന്താ? വഹി എന്ന് പറഞ്ഞാൽ മെസ്സേജ്. ഏത് മെസ്സേജ്? വാട്സപ്പിൽ വരുന്ന മെസ്സേജ്. വാട്സപ്പിൽ വരുന്ന മെസ്സേജ് ഒന്നല്ല. വാട്സപ്പിൽ വരുന്ന മെസ്സേജിന് ആകെ ഒച്ചുള്ളത് ഗുണ വേറൊന്നുമില്ല. എന്നാ ഇത് സൃഷ്ടാവായ അല്ലാഹുവിൽ നിന്നുള്ള മെസ്സേജാണ്. ആര് മുഖേന കിട്ടുന്ന മെസ്സേജാണ്? മലക്കുകൾ മുഖേന കിട്ടുന്ന മെസ്സേജ്. മലക്കുകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട മലക്കുൽ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന കിട്ടുന്ന മെസ്സേജ്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്ന്. ഖദീജ ബീബി മുത്തുനബി തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭാര്യയാണ്. ചരിത്രം പറയാനൊന്നും സമയമില്ല, ഞാൻ ഇപ്പോ എന്റെ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. മുത്തുനബി തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ മരിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറെ കല്യാണം കഴിച്ചിട്ടില്ല. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ വഫാത്തായതിനു ശേഷമാണ് മറ്റുള്ള എല്ലാരും കെട്ടിയത്. പിന്നെയാണ് ആ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഇങ്ങനെ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാരെ കുറിച്ച് നല്ലത് പറയണം. ചില ഭർത്താക്കന്മാരുണ്ട്, ഭാര്യ നല്ലത് ചെയ്താൽ അത് പറയേയില്ല. ഭാര്യ എന്തെങ്കിലും തെറ്റ് ചെയ്താലോ അതിങ്ങനെ പാടി നടക്കും. അവൻ നല്ല ഭർത്താവല്ല. ഭാര്യ നല്ലത് ചെയ്താൽ നല്ലത് പറയണം. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പുകഴ്ത്തി പറയും. അപ്പൊ ആയിഷ ബീബി ഇടയ്ക്ക് ചോദിക്കും, നബിയെ തങ്ങളെ പറച്ചിൽ കേൾക്കുമ്പോ ഖദീജ ബീബി മാത്രം തിരിയോന്നറിയില്ല ഭാര്യക്ക്. ഖദീജ ബീബി മാത്രം ഭാര്യയായിട്ടുള്ളത് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇല്ല ആയിഷ, വകാനത്ത് ഖദീജത്തു കദാ വകദാ, വകാനത്ത് ഖദീജത്തു കദാ വകദാ. ഖദീജ ഒരു ഖദീജട്ട, സയ്യിദത്തുന ബീവി ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹ. ഒരിക്കലും വിടൂല മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഹബീബായ തങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാല് തിരിച്ചങ്ങോട്ട് കൊടുക്കാനുള്ള എല്ലാ സാമർത്ഥ്യം ഉണ്ടല്ലോ. മക്കത്തെ വലിയ രാജാത്തിയാണ്, ഖോജാത്തിയാണ് സയ്യിദത്തുന ബീവി ഖദീജ. പണത്തിന് പണമുണ്ട്, പേരിന് പേരുണ്ട്, പെരുമക്ക് പെരുമുണ്ട്, പ്രശസ്തിക്ക് പ്രശസ്തിയുണ്ട്, സ്ഥാനത്തിന് സ്ഥാനമുണ്ട്. എന്തോ കുറവുള്ളത്? ഒരു കുറവില്ല. ദീനുണ്ട്. പൈസ മാത്രല്ല, ദീനുണ്ട്. ചില പെണ്ണുങ്ങന്മാരുടെ കയ്യിൽ പൈസ ഉണ്ടാവുള്ളൂ, ദീനുണ്ടാവില്ല. അതാണ് ഈ മുഖം ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ വിലസുന്നത് അങ്ങാടി തെരുവിലൂടെ. എന്നാ അവരെ ഭർത്താക്കന്മാർ നാളെ അള്ളാന്റെ കോടതിയിൽ കുടുങ്ങും. ഭാര്യ മുഖം മറക്കാതെ റോട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ നാളെ ഭർത്താവിനോട് അള്ളാഹ് ചോദിക്കും, എന്താ ചങ്ങായി നീ നിന്റെ ഭാര്യയോട് മുഖം മറക്കാൻ വേണ്ടി പറയാത്തത്? ഭർത്താവ് കുടുങ്ങും റബ്ബിന്റെ കോടതിയിൽ. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ, നല്ല ബോധം അള്ളാഹു തആല തരട്ടെ. മക്കത്ത് അബൂജഹൽ ഉൾപ്പെടെയുള്ള ആളുകൾ മുത്തുനബി തങ്ങൾ എന്ന് പരിഹസിച്ചു. എന്താണെന്നറിയോ? ഭാര്യന്റെ പൈസയിൽ ജീവിക്കുന്ന ആളാ മുഹമ്മദ് എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞേ? ഭാര്യ മുഹമ്മദ് നബിയുടെ പൈസ ഇല്ലല്ലോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യന്റെ പൈസയിൽ പവർ കാണിക്കുന്ന ആളാ മുഹമ്മദ് എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടു, ചെവിട്ടിൽ കേട്ടു, ഖദീജ ബീവിന്റെ ചെവിട്ടിൽ കേട്ടു. പിന്നെണ്ടോ കാര്യം നടക്കാൻ? ഖദീജ ബീവി തീരുമാനിച്ചു, ഈ കൊശവന്മാർക്കൊന്ന് പാഠം പഠിപ്പിക്കണം. ഇവരെ വിടാൻ പറ്റൂല. മക്കയിലെ ഇവരെ ഒന്ന് പാഠം പഠിപ്പിക്കണം. വിളിച്ചു
മക്കയിലെ മുഴുവൻ ആളുകളെയും ഖദീജ ബീവിയുടെ കൊട്ടാരത്തിലേക്ക് സൽക്കാരത്തിന് ക്ഷണിച്ചു. എന്തെല്ലാം ഭക്ഷണം! മരുഭൂമിയിലെ ജ്യൂസ് മാത്രമല്ല, എല്ലാ ഐറ്റംസും ഭക്ഷണം അവിടെ എത്തിപ്പോയി. എല്ലാരും വന്നു. അബൂജഹലും വന്നു, ഉത്ബത്തും വന്നു, ശൈബത്തും വന്നു, വലീദ് ഇബ്നുൽ മുഗീറ, സകല അണ്ടനും അടകോടനും എല്ലാരും അവിടെ എത്തി. ഇരിക്കല്ലേ? എല്ലാരും ഇരുന്നു. അപ്പോഴാണ് ഖദീജ ബീവി പറഞ്ഞത്, തുടങ്ങാനായിട്ടില്ല എന്നാണ്. ഖദീജ ബീവി തുടങ്ങാനായിട്ടില്ല. എന്താ? ഒരാൾ വരാനുണ്ട്. ഇത് മുഴുവനും അയാളെ വകയിലാണ് ഇന്ന് സൽക്കാരം. ഈ പൈസ മുഴുവനും അവരുടേതാണ്, എന്റേതല്ല. ഒരാൾ വരാനുണ്ട്. അപ്പൊ എല്ലാരും ഇങ്ങനെ നോക്കുക, അബൂജഹൽ ഉൾപ്പെടെ എല്ലാരും ഇങ്ങനെ നോക്കുക, ആരാ റബ്ബേ ഞങ്ങളെക്കാളും വലിയ ആൾ ആരാ? ഓരോരുത്തർക്ക് തോന്നൂലേ ഓം വലിയ ആളെന്ന് പറഞ്ഞിട്ട്. സംഭവം ഓം മഹാനല്ല, മുഹാന. ഇവൻക്ക് തോന്നാണ് ഞാൻ വലിയ ആളാണ്, എന്നെക്കാളും വലിയ ആൾ ഈ ലോകത്ത് ആരും ഇല്ല എന്നാണ്. എന്നാ അവന്റെ അത്ര താഴ്ന്നവൻ ആരുമില്ല. അബൂജഹലും ഉത്ബത്തും ശൈബത്തൊക്കെ ഇങ്ങനെ നോക്കുക, ഞങ്ങളെക്കാളും വലിയ മഹാൻ ആരാ ഇനി വരാനുള്ളത് ഇങ്ങനെ നോക്കുക. വരുന്നു. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി അൻത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അഷ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബിയാ സയ്യിദി ഖൈറൻ നബിയാ സയ്യിദി ഖൈറൻ നബി. ഒരു സ്വലാത്ത് ചൊല്ലി മദീനത്തേക്ക് ഉറക്കെ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വന്നിട്ട് പറയാണ്, മക്കക്കാരെ, ഈ സൽക്കാരം മുഴുവനും ഖദീജയുടേതല്ല, ഖദീജയുടെ ഹസ്ബൻഡായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വകയിലാണ്. അതുകൊണ്ട് ഈ കാണുന്ന കൊട്ടാരം എന്റേതല്ല, ഈ കാണുന്ന കൊട്ടാരം എന്റെ ഭർത്താവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്. അതുകൊണ്ട് എന്റെ ഭർത്താവിനെ കുറിച്ച് മോശമാക്കി പോകരുത്, ഒന്നുമില്ലാത്ത പാവം മനുഷ്യനാണെന്ന് പറയരുത്. ഖദീജ ബീവിക്ക് അത് സഹിച്ചില്ല.